ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഇസ്രായേൽ ജനം അമലേഖ്യരുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയം നേടാൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോശയെ നമ്മൾ കാണുന്നുണ്ട്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇസ്രായേൽ വിജയിക്കുന്നതും കൈകൾ താഴുമ്പോൾ അവർ തോൽക്കുകയാണ് ചെയ്യുന്നത്. മോശയുടെ കൈകൾ താഴാതിരിക്കാൻ അഹ്റോനും ഹൂറും സഹായമായി വരുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകളാണിത്. വാക്കാലുള്ള മോശയുടെ പ്രാർത്ഥനയും പ്രവൃത്തിയാലുള്ള അഹ്റോന്റെയും ഹൂറിന്റെയും പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകളിൽ സ്ഥിരതയുടെ മനോഭാവം നമ്മൾ കാണുന്നുണ്ട്. പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു മുഖം ഈ പ്രാർത്ഥനയിൽ വളരെ വ്യക്തമാണ്. പരസ്പരം സഹായിക്കുന്നതിലൂടെ സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥനകൾ ഉയർത്തപ്പെടണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾക്ക് ബലം നൽകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുരോഹിതരും സന്യസ്തരുമൊക്കെ ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരസ്പരം ശക്തിപ്പെടുത്തണം, തളരുമ്പോൾ താങ്ങായിട്ട് മാറണം. നമ്മൾ ബലഹീനരാണെങ്കിലും നമ്മുടെ ബലഹീനത നമ്മുടെ പ്രാർത്ഥനകളിൽ അസ്ഥിരത സൃഷ്ടിക്കരുത്, ഒരു തടസ്സമായിട്ട് മാറരുത്. ഇന്നത്തെ സുവിശേഷത്തിലെ വിധവ തൻ്റെ ബലഹീനതകൾ മറന്ന് നീതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ സ്ഥിരതയോടെ നമ്മളും നമ്മുടെ ബലഹീനതകൾ മറന്ന് പ്രാർത്ഥിക്കേണ്ടതില്ലേ? ക്രിസ്തുവിൽ നമ്മുടെ വിജയം ആഘോഷിക്കപ്പെടണമെങ്കിൽ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന പല തിന്മകളെയും പ്രാർത്ഥനയിലൂടെ കീഴ്പ്പെടുത്തണം. അതിന് ഉയർത്തപ്പെട്ട കരങ്ങൾ നമുക്ക് ഒരായുധമാണ്.